ആള് വന്നു, വണ്ടിയുണ്ട്, ലഗേജ് ഒക്കെ എടുത്തിട്ട് വെഹിക്കില് വണ്ടി മാറ്റാൻ പോവാ. ആ വണ്ടി മാറ്റിട്ട് വാ, വേഗം പോവാ. നമ്മളിപ്പോ കർണാടക ബോർഡറിലേക്ക് കയറാട്ടോ. അപ്പൊ ഭാവിയിൽ ചെക്ക് പോസ്റ്റ് എത്തിട്ടോ. അപ്പൊ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 92 കിലോമീറ്റർ ആണ് മൈസൂർക്ക് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ മോർണിംഗ് വൈബ് ഒക്കെ അടിപൊളിയായിട്ടോ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. ആള് സൈലന്റ് ആട്ടോ, വലിയ ആക്രമണകാരി വലിയ ആക്രമണകാരിയൊന്നും അല്ല. ചേട്ടൻ പറഞ്ഞായിരുന്നു എന്നോട്. അതൊക്കെ ഈ പുലർച്ചെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. അതൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കൊമ്പ് എന്താ രസല്ലേ, എന്താ രസല്ലേ, എന്ത് രസല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മൈസൂർക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം പുലർച്ചെയാണ്. പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വർക്ക് കഴിയുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞാൻ അവനെ കാത്തു നിൽക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അവനും പിന്നെ വേറൊരു കൂട്ടുകാരനും കൂടി ഞങ്ങൾ മൈസൂർക്ക് പോവാണ്. അപ്പോൾ ഇതിവിടെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അവൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാനുള്ള പരിപാടി കേട്ടോ. അവനിപ്പോൾ വർക്ക് കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോയി, കുളിച്ച് റെഡിയായത് ഇപ്പോൾ വരും. ഇതിപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ബംഗാളികൾ, നേപ്പാളികൾ, ആസാമീസ്, അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 19 പേര് വർക്ക് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ ഈ കാണുന്നത്. ഇവിടെയുണ്ട്, പിന്നെ ഇവർക്ക് വേറെ 3 ഗോഡൗണും ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആയിട്ട് മൊത്തം ഏകദേശം ഒരു 10-50 പേർക്കെടുത്ത് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ വരുന്നില്ലല്ലോ, കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ പണിയെടുത്ത് ക്ഷീണിച്ച് ഉറങ്ങാനൊന്നും ഒരു സമയമില്ല ആൾക്ക്. ആൾ നേരെ ഞങ്ങളുടെ കൂടെ വരികയാണ്. യാത്രയാണ് അവൻ്റെ ഇഷ്ടം, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടം. വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ കഥാനായകൻ വരുന്നുണ്ട്. ആള് എന്താ പറയുക, ലഗേജൊക്കെ എടുത്തിട്ട് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ആള് വന്നു, വണ്ടിയുണ്ട്, ലഗേജ് ഒക്കെ എടുത്തിട്ട് വെഹിക്കില് വണ്ടി മാറ്റാൻ പോവാ. ആ വണ്ടി മാറ്റിട്ട് വാ, വേഗം പോവാ. ആളെ വണ്ടി മാറ്റാൻ പോവാ കേട്ടോ. ആ വണ്ടി മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് ബേക്കോട്ട് പോവാൻ. അപ്പൊ മച്ചന്മാരെ നമ്മള് മാറ്റാ മാൻ്റെ അപ്പൻ്റെ എന്തൊരു കൊമ്പാണത്. ഒറ്റ രാവിലെ എല്ലാരും കൂട്ടം കൂട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് ബന്ദിപ്പൂര് വനാതിർത്തിയിലാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ട കാഴ്ച കേട്ടോ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കർണാടക ബോർഡറിലേക്ക് കയറാട്ടോ. അപ്പോൾ ഭാവിയിൽ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. ചെക്ക് പോസ്റ്റ് അപ്പോൾ നമ്മളിവിടെ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ബാക്കി ചെക്ക് ചെയ്യട്ടെ, മറന്നു പോയി. പിന്നെ ചേഞ്ച് എടുക്കാം, 100 റുപ്പീസ്. ഏതൊക്കെ 20 രൂപ ചെക്ക് പോസ്റ്റ് എൻട്രിയാ. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ 20 രൂപ അവർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ വണ്ടിക്കും 20 രൂപ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് കർണാടകയുടെ എൻട്രിയിലേക്കാണ് കിടക്കുന്നത്. ഭാവിയിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ വെൽക്കം രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എൻട്രി കടക്കുകയാണിത്. ഗൈസ് വലിയൊരു വനാതിർത്തിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് 2 സൈഡും കാണാം, വലിയൊരു വനം കാടാണ്. ഇനി നമുക്ക് നീണ്ട കാഴ്ചകൾ കാണാം കേട്ടോ. കാടിൻ്റെ ഉള്ളിലുള്ള നീണ്ട കാഴ്ചകൾ കാണാം കേട്ടോ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 92 കിലോമീറ്റർ ആണ് മൈസൂർക്ക് വരുന്നത്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും വഴികളൊക്കെ കാണാൻ അതിമനോഹരമാട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം അതിമനോഹരമൊരു. പിന്നെ ഒരു തണുപ്പുണ്ട്, നല്ലൊരു തണുപ്പും. മോർണിംഗ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല കോട കെട്ടി നിൽക്കണുണ്ട്, കോട കെട്ടി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഐശ്വര്യമായിട്ട് ഞങ്ങൾ ഇന്ന് മൃഗത്തെ കണ്ടായിരുന്നു, കലമാനൊക്കെ ഉണ്ടായിരുന്നു. കലമാനോ പുള്ളിമാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതൊരു വലിയൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഈ മോർണിംഗ് വൈബൊക്കെ അടിപൊളിയായിട്ടോ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമാര് നമ്മളിവിടെ തണ്ണീർക്കൊമ്പനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എന്തൊരു സൈസ് അത്. അയ്യോ ഒറ്റയ്ക്ക് നിൽക്കണോ നോക്കിയവൻ, കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അയ്യോ ഒറ്റക്കൊമ്പൻ. പിന്നെ അവിടെ പോയിട്ട് എടുക്കാരാ. അയ്യോ ഒറ്റക്കൊമ്പനല്ലേ. ഇങ്ങോട്ട് വരുമെന്നൊന്നും അറിയില്ല, പേടിച്ചിട്ടാണ് എടുക്കുന്നത്. അവൻ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവൻ്റെ കൊമ്പ് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ ഒറ്റക്കൊമ്പൻ. ഇത് തന്നെയല്ലേ തണ്ണീർക്കൊമ്പനും. അത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തണ്ണീർക്കൊമ്പൻ അല്ലേ? വേണ്ട വേണ്ട, കമ്പ് ഇത് ആനയുടെ ഫ്രണ്ടിലുള്ള കമ്പാ, അത് മാറ്റണമെന്നോ? എൻ്റെ പൊന്നിയേട്ടാ, ഒന്നാമത് ഇവിടെ ഒന്ന് പറിച്ചിട്ട് എടുക്കുന്നത്, ഇനി അവിടെ പോയിട്ട്. അതെ, നിങ്ങളെ പേടിക്കുന്നത് നിങ്ങൾ പറയും, എന്നിട്ട് നിങ്ങൾ ആദ്യം ഓടും. അതല്ലേ, നിങ്ങളെപ്പോഴും കാണുന്നതാണല്ലോ ഇതിനെ. ഇതിനെന്തോ ഒറ്റക്കൊമ്പ്, മറ്റേത് അങ്ങനെ തല്ലുകൂടുമ്പോൾ പോയതാണല്ലേ. മറിഞ്ഞൊക്കെ വന്നാണായിട്ട്. ഇതിപ്പോൾ ആന നമ്മൾ ഏകദേശം ഒരു 100 മീറ്റർ വ്യത്യാസം ഉള്ളൂ കേട്ടോ. ഇത് കോടയായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത കേട്ടോ. എൻ്റെ പൊന്നടവേ ഒറ്റക്കൊമ്പൻ. ആള് സൈലൻ്റ് ആട്ടോ, വലിയ ആക്രമണകാരി വലിയ ആക്രമണകാരിയൊന്നും അല്ല. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്നോട്. അത് ഇത് വെള്ളത്തിലിറങ്ങുമ്പോൾ തണ്ണീർക്കൊമ്പെന്നും കരയിലാണെങ്കിൽ ഒറ്റക്കൊമ്പൻ എന്നാണ് ഇതിന് വിളിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ റോഡാട്ടാ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കാണുന്ന റോഡ് ഈ റോട്ടിൽ നിന്ന് നമ്മളിത് ഇത് കണ്ടോ, ഇത്ര അടുത്തായിട്ട് ആന, അല്ലാണ്ട് വലിയ ദൂരമൊന്നും ഇല്ലാണ്ടോ. ഞങ്ങളാണെങ്കിൽ ഒരു ചായയൊക്കെ പറഞ്ഞിട്ട് അത് കുടിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവനെ കണ്ടത്. അപ്പോൾ ചായയൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം ഈ ഒറ്റക്കൊമ്പനെയൊക്കെ നമ്മളിങ്ങനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. എൻ്റെ പൊന്നി, നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ, അവൻ്റെ കൊമ്പ് കാണാൻ പറ്റൂട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവൻ ഈ ഒറ്റക്കൊമ്പന്ന് വിളിക്കുന്നത്. ഒറ്റക്കൊമ്പൻ ഒരു പേടിയിലാണ് നിൽക്കണുണ്ടോ, എന്ത് സൈസാലേ. ഇപ്പം അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ആന നിൽക്കുന്നില്ലേ, ഇതിൻ്റെ ഇപ്പുറത്താണ് ഈ ഒരാഴ്ച മുന്നേ പുലി ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഈ കാണുന്ന സ്ഥലത്താണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. ഒരാഴ്ച മുന്നേ പുലി ഇറങ്ങിയതാണ്. ഇതിന് തൊട്ടടുത്താണ്. ഇപ്പോൾ ഇത് കണ്ട, ഇത് റോഡ്, ഈ റോട്ടിൽ നിന്ന് ഏകദേശം ഇതൊരു 50 മീറ്റർ അല്ലേ ചേട്ടാ? 50 മീറ്റർ 100 മീറ്റർ മാക്സിമം, ഇത്രയും ദൂരത്താണ് ആന നിൽക്കുന്നത് കേട്ടോ. ഒറ്റക്കൊമ്പൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അധികം നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ കേരള അതിർത്തി കഴിഞ്ഞ് കർണാടകയിലേക്ക് കടന്നു നമ്മൾ. അപ്പോൾ ഇവിടുന്ന് അധികം വീഡിയോ എടുക്കാനും പാടില്ല. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒറ്റക്കൊമ്പനെ കണ്ടു, സന്തോഷമായി. നമ്മൾ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാട്ടെ നമുക്ക്. അപ്പോൾ നമ്മൾ ഈ വഴിയിൽ പോകുമ്പോൾ, ഈ കാട്ടിൽ കൂടെ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹമ്പാണ്, പിന്നെ റോഡ് അത്ര നല്ല റോഡും അല്ല. അപ്പോൾ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഈ വഴിയിൽ മൊത്തം
മൊത്തം ഏത് സമയത്തും മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ, വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടാവാം, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പതിയെ പോണം എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ. ഈ വഴി മൊത്തം മോശമാണ്. പിന്നെ അതേപോലെ തന്നെ റോഡ് മൊത്തം ഹമ്പുമാണ് കേട്ടോ. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു, റോഡ് സൈഡിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം അതൊക്കെ. നമ്മളിത് ഈ വഴി കൂടെയൊക്കെ പോകുമ്പോൾ എന്തൊരു ഭംഗിയെ കാണാൻ, സൂര്യൻ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് കാണാനൊക്കെ ഇട്ട് നോക്കി അമ്പോ എന്ത് രസമൊക്കെ കാണാൻ. അതൊക്കെ ഈ പുലർച്ചെ വന്നു കഴിഞ്ഞാലൊരു പോസിറ്റീവ് എനർജി ആട്ടോ. അതൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം, ശരിക്കും പറഞ്ഞാൽ ഇത് ആസ്വദിക്കും. ഇതൊക്കെ ആസ്വദിക്കേണ്ട എന്ത് ജീവിതം, അടിപൊളി കാണാൻ. ഇപ്പം ഈ വഴി കൂടെ പോകുമ്പോഴേ ഇത് ശ്രദ്ധിച്ചോട്ടാ, രണ്ട് സൈഡിൽ. ഇത് ഇപ്പുറ സൈഡ് കണ്ടോ, നീ ഇപ്പുറ സൈഡ് കണ്ടോ? ഇവര് എന്തൊക്കെ പറഞ്ഞാലും, ഇത്ര കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ കൃഷിയുണ്ട്. വീടല്ല, ഇവിടെ നല്ല കൃഷിയുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ? അത് വീടാ. പിന്നെ അതേപോലെ തന്നെ ആ സൈഡൊക്കെ നോക്കി അത്യാവശ്യം ആൾതാമസമുള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണ് കേട്ടോ അവിടെ. നല്ല എന്താ പറയാ, ഒറ്റക്കൊന്നും കടയപ്പ ആരെങ്കിലൊക്കെ അവിടെ നിൽക്കുമ്പോ ആൾക്കാരൊരു പേടിയില്ലാതെ. ഇപ്പൊ കോഴിക്കോട്, തൃശ്ശൂർ എന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ഈ മാനന്തവാടി വഴി വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും എളുപ്പം. പിന്നെ അതാണ് എളുപ്പം എന്ന് പറയുമ്പോൾ മാനന്തവാടി, മറ്റേ കുറ്റ്യാടി, കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ കുറ്റ്യാടി, പേരാമ്പ്ര, മാനന്തവാടി, പിന്നെ ബാവാലി ചെക്ക് പോസ്റ്റ്, അതാണ് കുറച്ചുകൂടി എളുപ്പം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വേറെ വഴി എന്ന് പറയുന്നത് നമ്മളെ താമരശ്ശേരി ചുരം വഴി. അത് ചുരം കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി, അങ്ങനെ നേരെ മൈസൂര്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിട്ടി വഴിയാണ്. അതും കുറച്ച് ഡിഫറെന്റ് ഉണ്ടാവും, കിലോമീറ്റർ ഡിഫറെന്റ് ഉണ്ടാവും. നമ്മള് ആദ്യം പറഞ്ഞ രണ്ട് വഴിയും 6 മണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ. അതവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. മറ്റേ വഴിക്കാണെങ്കിൽ ചെക്ക് പോസ്റ്റ് ഇല്ല, നമുക്ക് ഏത് സമയത്തും വരാം. പക്ഷെ കിലോമീറ്ററിൽ ഒരു 10-60 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. ഈ വഴി കണ്ട എന്റെ പൊന്നെ, വഴിയിൽ നീ ഇത് നോക്കിയാ, വ്യൂ നോക്കിയാ, ഒരു സൂര്യന്റെ ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനും മരത്തിന്റെ ഇടയിലൂടെയുള്ള ഒരു വ്യൂ കണ്ടില്ലേ, എന്തായും. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ എന്ത് ലൈഫ് അല്ലേ. മരത്തിന്റെ ഇടയിൽ കൂടെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, പൊളി സാധനം. ഈ വഴി കൂടെ പോകുന്നവര് എന്താ പറയാ, വന്യമൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാല്, മാന്, ആന, പുലി, വന്യമൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വണ്ടി നിർത്താനോ പാടില്ല. കാരണം അത് ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഈടാക്കുന്നതായിരിക്കും. 10,000 രൂപ കേട്ടോ, നിസ്സാര പൈസ ഒന്നുമല്ല, 10,000 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്, ചിലപ്പോൾ ഒരു പെടയൊക്കെ കിട്ടുമായിരിക്കും. കിട്ടും. കാരണം കേരളം വിട്ട് കർണാടക പോയി കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ വർത്താനില്ല, ആദ്യം നേരെ വന്നൊരു ഒറ്റ വർത്താനമുള്ളൂ. വർത്താനം ഈ കർണാടകക്കാരുടെ മെയിൻ സ്വഭാവമാണത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ എന്താ പറയാ, വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി നിർത്താനും പറ്റില്ല, ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല നല്ല അടിപൊളി പിക്ക് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രല്ല, ഇവര് അത്യാവശ്യം കാണുന്ന മരങ്ങളൊക്കെ, ഒട്ടുമിക്ക മരങ്ങളിൽ ഒരു ഏറുമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ചിലപ്പോ ഇവര് ഫോറസ്റ്റിൽ ആരെങ്കിലും ഒക്കെ അവിടെ അങ്ങനെ താമസിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ വലിയ സംഭവമാട്ടോ. അതിനൊക്കെ ഞങ്ങള് കാണിച്ചു തരാട്ടാ. ഒരുവിധം എല്ലാ മരങ്ങളിലും അവര് ഏറുമാടം, ഫോറസ്റ്റുകാരൻ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ കഴിയുമ്പോൾ അവർ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടുത്തതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഇപ്പം നമ്മൾ പറയുന്ന പോലെ കാര്യം വനമേഖലയാണെങ്കിലും ഈ ഏരിയയിൽ മൊത്തം ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഈ ചെറിയ ചെറിയ വീടുകളാട്ടോ. അത് നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് കണ്ടോ എന്ത് ചെറിയ വീടുകളതൊക്കെ, ഓടിട്ട. എന്നാലും നൈസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും തോന്നുന്നുണ്ട് അവിടെ. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. അത് ഞങ്ങൾ വന്ന് അപ്പം തന്നെ ആ ഒറ്റക്കൊമ്പനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായി. പിന്നെ അതേപോലെ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. പുലി ഇറങ്ങി ഒരു പശുവിനെ പിടിച്ചിട്ട് പോയായിരുന്നു. അത്
അതേപോലെ തന്നെ വേറെ വന്യമൃഗങ്ങളൊക്കെ ശല്യമുണ്ട്. പിന്നെ ഇത് ഇവിടെ വോളിബോൾ കോർട്ടൊക്കെ കാണാറുണ്ടല്ലോ. വോളിബോളല്ല, ഷട്ടില്. ഫുൾ ആക്റ്റീവാണ്. വനമാണെന്ന് പറഞ്ഞാലും ഫുൾ ആക്റ്റീവാണ് കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ ചെറിയ പേടിച്ച് കഴിയുന്നത് പോലൊരു ഫീല്. ഈ എന്തിനും പിടിച്ചിട്ടിടും. എൻ്റെ പൊന്നെ, എന്തോരം മാനുകളാന്ന് നോക്കിയേ. കൊമ്പൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. പുറത്തിറങ്ങി. അത് അതിരാവിലെ ആണല്ലോ. അപ്പൊ പിന്നെ അവർക്ക് ആൾക്കാർ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരും, പുറത്തേക്ക് റോഡ് സൈഡിലേക്ക്. ഈ സമയത്താണല്ലോ അവർക്ക് മേയാനൊക്കെ പറ്റിയൊരു സമയം. കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കുമല്ലോ. അപ്പോൾ അവർ റെസ്റ്റ് ചെയ്യാൻ പോകുമല്ലോ. അടുത്ത ഒറ്റക്കൊമ്പനെ കണ്ടൂടാ. ഇത് ഒറ്റക്കൊമ്പൻ തന്നെയാണല്ലോ. ഇതെന്ത് ഇത്? അല്ലല്ല, ഇത് 2 കൊമ്പുണ്ടല്ലേ? ഇത് 2 കൊമ്പുണ്ട്. 2 കൊമ്പുണ്ട്. ഇല്ലല്ലോ, ഒറ്റക്കൊമ്പാണോ? അവിടെയും കണ്ടത്. അത് കളർ വ്യത്യാസമുണ്ടോ? വണ്ടി ഇവിടെ നിർത്താൻ പാടില്ല. ഇതിനെ നിർത്തിയിട്ട് ഞങ്ങൾ കാര്യമായിട്ട് എടുത്തേനേട്ടാ. നിർത്തി കഴിഞ്ഞാൽ അപ്പം ഫൈനാ. അടുത്ത മൃഗത്തെ കണ്ടുവിട്ടാ ഞങ്ങൾ. ഇതെന്ത് മ്ലാവാണോ? ഇതെന്ത് ഇതിന് പേര് തോന്നുന്നു. കൊമ്പ് കണ്ടിട്ട് കൊമ്പ് കണ്ട് മ്ലാവായിരിക്കൂലേ? തോന്നുന്നുണ്ട്. എന്ത് സൈസാലേ അത്? ഒരെണ്ണം ഉള്ളൂല്ലോ. പിന്നെ അപ്പുറത്തൊരു മാനെ കാണാനുണ്ട്. അമ്പോ, എന്ത് രസമാണ് കാണാൻ അതിനെ. ഒറ്റയ്ക്കുള്ളൂ. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അടിപൊളി ഫോട്ടോയും വീഡിയോ എടുത്തേനേട്ടാ. കുറച്ച് കാര്യമായിട്ട് തന്നെ എടുത്തേനെ. അവൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഇത് ഒറ്റയ്ക്ക് കിടക്കുന്ന സാധനം തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ജംഗിൾ സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കാട് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ, മൃഗങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു ദിവസം മൊത്തം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ജംഗിൾ സഫാരിയുടെ വണ്ടിയിൽ ഇത് നമുക്ക് കയറി കാണാം. പക്ഷെ അതിനുവേണ്ടി മാത്രം വരണം. എന്നാൽ മാത്രം നമ്മളിപ്പോ അതിന് നിൽക്കണില്ല. കാരണം നമ്മള് മൈസൂർക്കാണ് നമ്മുടെ ലക്ഷ്യം മൈസൂരാണ്. പിന്നെ നമ്മൾ വേറെ ഒരു ദിവസം വേണമെങ്കിൽ ഇതിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് മൈസൂരാണ് നമ്മൾ ഓണത്ത്. മുത്തങ്ങ ബന്ദിപ്പൂര് വരുന്നവര് ഫസ്റ്റായിട്ടും ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്. നിങ്ങൾ ഇതിനു വേണ്ടി വരികയാണെങ്കിൽ ഒരു നല്ലൊരു ഇതായിരിക്കും. പറഞ്ഞു ചെറിയൊരു കുട്ടി അത് ചെറുത്, അതതിൻ്റെ അമ്മയും. കൊമ്പ് എന്താ രസല്ലേ. നോക്കണ്ട, ആക്രമിക്കൊന്നുമില്ല. അവർക്ക് വൈൽഡ് അനിമലാണ്. ആക്രമിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പറ്റം കുരങ്ങുകൾ ഫ്രണ്ടിൽ കൂടെ അടുത്ത് മയിലിനെ കണ്ടോടാ. പീലിട്ടിരിക്കുമ്പോ എന്താ രസല്ലേ, എന്ത് രസല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ കയറിയിട്ട് ഒരു പറ്റം കുരങ്ങുകൾ ഇപ്പോഴാട്ടോ കാണുന്നത്. കുരങ്ങിനെ തന്നെ സാധാരണ നമ്മളൊരു കാട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കുരങ്ങുകളെ, പക്ഷെ ഇപ്പോഴാണ് ഒരു പറ്റം കുരങ്ങുകളെ നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. കണ്ടാ ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല, അത് ഞാൻ കയറ്റിയിട്ടില്ല. അതേപോലെ മാനും നമ്മുടെ അടുത്ത് എത്തി നിൽക്കുന്നുണ്ടേ. ഇപ്രാവശ്യം നമ്മൾ കുറേ മാനെ കണ്ടു കേട്ടോ. പറയാനിപ്പോ വീഡിയോ ആണ്. അപ്പൊ നമ്മളിത് നാഗർകോൾ ടൈഗർ റിസർവിലായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും നേരം. അതിന്റെ അകത്തെ വിശേഷങ്ങളായിരുന്നു. ഇപ്പത്തെ നമ്മളിവിടുന്ന് ക്രോസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു ആനയുടെ വലിയൊരു പ്രതിമയൊക്കെ കാണാം കേട്ടോ. ഏതോ ചത്തുപോയതിന്റെ ആനയുടെ ഇതാ തോന്നുന്നുണ്ട്. ചത്തുപോയതൊന്നുമല്ല, അത് വലിയ ആന കേട്ടോ. അതേപോലെ തന്നെ പശുവിനെ കണ്ടില്ലെന്ന് വേണ്ട. ഇവിടുന്ന് അങ്ങോട്ടും മൃഗങ്ങള് കുറവാന്ന് പറഞ്ഞോട്ടെ. ഇവിടെ 2 സൈഡിലും കൃഷിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. 2 സൈഡിലും വാഴ കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാന്ന് തോന്നുന്നു. ഇവിടെ കഴിഞ്ഞു, ഇന്ന് ഫുള്ള് കൃഷിയാ. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനും മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇനി വരുന്നത്.